നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഇൻകം ഫ്രം സാലറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹെഡായിരുന്നു ഇൻകം ഫ്രം സാലറി. രണ്ടാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിങ്സ് ഓർ ലാൻഡ്സ് thereof which of the assessee is the owner is chargeable to tax under the head income from house property. However, if a house property or any portion thereof is occupied by the assessee for the purpose of any business or profession carried on by him, the profits of which are chargeable to income tax, the value of such property is not chargeable to tax under this head. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, മെയിൻലി റെൻ്റൽ ഇൻകം ആണ് കിട്ടുന്നത്. അതല്ലാതെ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സോ പ്രൊഫഷനോ നടത്തിയിട്ട് കിട്ടുന്ന ഇൻകം ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. Okay, so there are 3 conditions to be satisfied for property income to taxable under this head. ഈ ഹെഡിൻ്റെ അണ്ടറിൽ നമുക്ക് ടാക്സ് ചെയ്യപ്പെടണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് ബിൽഡിങ്സ് ഓർ ലാൻഡ്സ്. ഓക്കെ, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡോ ആയിരിക്കണം. ആൻഡ് ദ അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അസസി ആയിരിക്കണം ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. വേറൊരാളുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടീനെ നമുക്ക് ഇതിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ ടാക്സ് അടയ്ക്കുന്ന അസസി ഉണ്ടല്ലോ, ആ അസസി ആയിരിക്കണം ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബൈ ദ ഓണർ ഫോർ ദ പർപ്പസ് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by him, the profit of which are taxable, chargeable to income tax. അതായത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് അസസി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു പ്രോപ്പർട്ടി ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ടായിരിക്കരുത് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഹെഡിൻ്റെ അണ്ടറിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്ന ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഓൺലി ഓണർ അല്ലെങ്കിൽ ഡീംഡ് ഓണർ എന്ന് പറയാം ഓഫ് ദ പ്രോപ്പർട്ടി ഹു ഈസ് ലയബിൾ ടു ടാക്സ് ഓൺ ഇൻകം അണ്ടർ ദിസ് ഹെഡ്. അപ്പോൾ ഈ ഹെഡിൻ്റെ കീഴിൽ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓണർ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം. അസസി ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം. ഓണർ മേ ബി എൻ ഇൻഡിവിജ്വൽ ആകാം, ഫേം ആവാം, കമ്പനി ആകാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം. ഓക്കെ, അപ്പോൾ ഓണർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല മനസ്സിൽ കാണുന്നത്, അതൊരു ഫേം ആകാം, ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണറോ അല്ലെങ്കിൽ കമ്പനിയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആരും വേണമെങ്കിലും ആവാം. The property may be let out to a third party either for residential purpose or for business purpose. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഒന്നെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മൾ അയാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ ആൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. നമ്മൾക്ക് ബിസിനസ് ചെയ്യാനല്ല, ആ തേർഡ് പാർട്ടിക്ക് ബിസിനസ് ചെയ്യും. ഇപ്പം നമുക്കൊരു വീടുണ്ട്, നമുക്ക് താമസിക്കാൻ ഓൾറെഡി ഒരു വീടുണ്ട്, പക്ഷെ വേറെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അയാൾ അതൊന്നെങ്കിൽ റെസിഡൻഷ്യൽ അവിടെ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ആളുടെ പ്രൊഫഷൻ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കാം. So annual value of property is assessed to tax in the hands of the owner even if he is not in the receipt of the income. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഉണ്ട്. ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അസസ് ടു ടാക്സ്. അപ്പോൾ ടാക്സിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഓണർ ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് ദ റെസിപ്റ്റ് ഓഫ് ഇൻകം. ആ ആള് എന്താണ്, ആ ഒരു ഇൻകം റെസിപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഒരു ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ടാക്സിന് വേണ്ടിയിട്ട് അസസ് ചെയ്യും. ഫോർ ടാക്സ് പർപ്പസസ് ദ അസസി ഈസ് റിക്വയർഡ് ടു ബി ദ ഓണർ ഇൻ ദ പ്രീവിയസ് ഇയർ ഓൺലി. അപ്പോൾ ടാക്സ് പർപ്പസിന് കീഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ
ഈ ഓണർ ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ അസസി ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ ഓണറായാൽ മാത്രം മതി. ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അസസി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ടാക്സ് പർപ്പസിന് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഈ അസസി എന്തായിരിക്കണം, ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണറായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡീംഡ് ഓണറാണ്. ഡീംഡ് ഓണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓണറും ഉണ്ട് ഡീംഡ് ഓണറും ഉണ്ട്. ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? An individual shall be considered as the owner of the property when the document of title to the property is registered in his name. ഇയാളുടെ പേരിലാണ് ആധാരം പ്രമാണം ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ ആളാണ് ആര്, അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. ഡീംഡ് ഓണർ എന്ന് പറയുകയാണെങ്കിൽ under the following circumstances income from house property is taxable in the hands of the individual even if the property is not registered in his name. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഒരാളുടെ പേരിലല്ല ഈ ഒരു പ്രോപ്പർട്ടി പ്രമാണം ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും അയാൾ അതിൻ്റെ ഒരു ഓണർ ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, where the property has been transferred to spouse for inadequate consideration other than in pursuance of the agreement to live apart. അതായത് ഇയാളുടെ സ്പൗസിൻ്റെ പേരിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡീംഡ് ഓണർ ആവുന്നുണ്ട്. ആൻഡ് വേർ ദ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫർ ടു എ മൈനർ ചൈൽഡ് ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ, മൈനർ ചൈൽഡിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും ഡീംഡ് ഓണർ ആവുന്നുണ്ട്. ആൻഡ് വേർ ദ ഇൻഡിവിജ്വൽ ഹോൾഡ്സ് എൻ ഇംപാർഷ്യൽ എസ്റ്റേറ്റ് ആവുന്ന സമയത്തും ഡീംഡ് ഓണർ ആവുന്നുണ്ട്. ആൻഡ് വേർ ദ ഇൻഡിവിജ്വൽ ഈസ് എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒത്തിരി സിറ്റുവേഷനുകളിൽ റിയൽ ഓണർ അല്ലാതെ ഡീംഡ് ഓണർ ആവുന്ന സിറ്റുവേഷനുകളും വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 1-2 ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ? ആൻഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ടു സെർട്ടൈൻ പേഴ്സൺ. ചില ആളുകൾക്ക്, അതിൽ ആളുകൾ എന്ന് പറയുമ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് ഫേം ആവാം, കമ്പനി ആകാം, ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ ചില പേഴ്സൺസിന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റ് ചെയ്യാം, ഒഴിവാക്കാം. അതെന്ന് പറയുമ്പം ഒരു എക്സ് റൂളർ ഫോർ ഹിസ് ഓക്യുപ്പേഷൻ, എക്സ് റൂളർ ആണെങ്കിൽ എക്സംഷൻ ഉണ്ട്, ലോക്കൽ അതോറിറ്റിക്ക് എക്സംഷൻ ഉണ്ട്, അപ്രൂവ്ഡ് സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ എക്സംഷൻ ഉണ്ട്, അതായത് ടാക്സ് കൊടുക്കണ്ട. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ആണെങ്കിൽ എക്സംഷൻ ഉണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്സിന് എക്സംഷൻസ് ഉണ്ട്. എ ബോഡി ഓർ അതോറിറ്റി ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് റിലീജിയസ് ഓർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ എൻഡോഴ്സ്മെൻറ്റിനാണെങ്കിൽ എക്സംഷൻസ് ഉണ്ട്. സർട്ടൈൻ ഫണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, charitable trust, political parties, cooperative societies for promoting the interest of the SC or ST, scheduled caste and scheduled tertiary ആണെങ്കിൽ ഓക്കെ. ആൻഡ് statutory corporation or an institution or association financed by the government for promoting in the interest of the members of SC or ST. ഇത്രയും 12 പേഴ്സൺസിൻ്റെ പേര് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു 3-4 എണ്ണത്തിൻ്റെ പേര് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ശരിക്കും ഒരു പ്രോബ്ലം ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുക കേട്ടോ. Determination of annual value, very very important. The basis of calculating income from house property is the annual value. Okay, അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ തന്നെയുള്ള ബേസിക് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ആനുവൽ വാല്യൂ, ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ. This is the inherent capacity of the property to earn income, and it has been defined as the amount for which the property may reasonably be accepted
എക്സ്പെക്റ്റഡ് ടു ലെറ്റ് ഔട്ട് ഫ്രം ഇയർ ടു ഇയർ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ ആ ഒരു പ്രോപ്പർട്ടിക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള അതിൻ്റെ ഇൻഹെറൻറ്റ് കപ്പാസിറ്റിയാണ് ആക്ച്വലി എന്ത് അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളത് ലെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് റീസണബിളി എന്തോരം ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഇയർ ബൈ ഇയർ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഈ ആനുവൽ വാല്യൂവിൻ്റെ ബേസിലാണ് പറയുക. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ പ്രോപ്പർട്ടി ഷുഡ് ആക്ച്വലി ബി ലെറ്റ് ഔട്ട്. അതായത് ഈ പ്രോപ്പർട്ടി ശരിക്കും വാടകയ്ക്ക് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് പറയേണ്ട കാര്യം വരുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി. കൊടുക്കാതിരിക്കാം. And the municipal value of the property, the cost of construction, the standard rent if any, under the Rent Control Act, the rent of similar properties in the same locality are all pointers to the determination of annual value. അപ്പോൾ ആനുവൽ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യാതെ ആനുവൽ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഒത്തിരി മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ ഒന്ന്, രണ്ട് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കാനെടുത്ത കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് റെൻ്റ്, പിന്നെ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇതേപോലെയുള്ള ഒരു പ്രോപ്പർട്ടിക്ക് നിലവിൽ ഉള്ള റെൻ്റ് എത്രയാണ്. ഇതുപോലെ ഒരു പ്രോപ്പർട്ടീസ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടികൾ അവിടെ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് പൊതുവെ എന്താണ് റെൻ്റായിട്ട് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ആ ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെയാണ്. അടുത്താണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആനുവൽ വാല്യൂ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണെന്നാണ്. ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഇസ് എ മുനിസിപ്പൽ വാല്യൂ. അതായത് മുനിസിപ്പൽ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ദ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുമ്പോൾ വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ, കിട്ടിയതോ കിട്ടാനുള്ളതോ ആകാം. അതാണ് നമ്മൾ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത്. അതായത് ടെനൻറ്റ് ഓണർക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത്. ഓർ ദ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയസ്റ്റ്. ഓക്കെ, സോ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ദ ആക്ച്വൽ റെൻ്റ് അല്ലെങ്കിൽ ഫെയർ റെൻ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലെ ഏറ്റവും വലിയൊരു ഫിഗർ ഏതാണോ, രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് വലിയ ഫിഗർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഇഫ് ഹവർ ദ റെൻ്റ് കൺട്രോൾ ആക്ട് അപ്ലൈസ് ദ പ്രോപ്പർട്ടി, ഈ ഒരു റെൻ്റ് കൺട്രോൾ ആക്ട് ഈ പ്രോപ്പർട്ടീനെ മൂലം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഗ്രോസ് ആനുവൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ഓർ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് ഇഫ് ദ property is let out but remains vacant during any part of or whole the year due to such vacancy. The rent received is less than the reasonable expected rent, such lesser the amount will be the annual value. ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റർമൈനിങ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് ഇൻ ഫുൾ ഇയർ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൽ ഏതാണോ വലുതെന്നുള്ള അതെടുക്കും. ഓക്കെ, ആൻഡ് ഹിയർ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഇസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇഫ് ദ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് നോട്ട് സബ്ജക്റ്റ് ടു റെൻ്റ് കൺട്രോൾ ആക്ട്, റെൻ്റ് കൺട്രോൾ ആക്ടിന് സബ്ജക്റ്റബിൾ അല്ല ഈ ഒരു പ്രോപ്പർട്ടി എങ്കിൽ ഫെയർ റെൻ്റൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഫെയർ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂയും കൂടി നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും വലിയ എമൗണ്ട് എടുക്കും. ഇഫ് ദ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി സബ്ജക്റ്റ് ടു റെൻ്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ റെൻ്റ് വാല്യൂയും കൂടി നോക്കിയിട്ട് അതിൽ ഹയർ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. എന്നിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള വാല്യൂയിൽ ഒരു ഹയർ വാല്യൂ കിട്ടിയിട്ടുണ്ടാവില്ല, അതും സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. അതിൽ ചെറിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ക്യാൽക്കുലേഷനാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് അതൊരു ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, മുനിസിപ്പൽ ടാക്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. മുനിസിപ്പൽ ടാക്സ് ഇൻക്ലൂഡ്സ് സർവീസ് ടാക്സ് ലൈക്ക് വാട്ടർ ടാക്സ് ആൻഡ് sewage ടാക്സ് ലെവീഡ് ബൈ എനി ലോക്കൽ അതോറിറ്റി. ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്, ലെസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഒരു ഐറ്റമാണ് അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നുണ്ടല്ലോ. അതായത് ടെനൻറ്റ് ഓണർക്ക് കൊടുക്കാത്ത അല്ലെങ്കിൽ ഓണർക്ക് കിട്ടേണ്ടതാണ് പക്ഷേ കിട്ടിയിട്ടില്ല, അതിനെയാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്. റിയലൈസ്ഡ് ആയിട്ടില്ല റെൻറ്റ്. അൺറിയലൈസ്ഡ് റെൻറ്റ് മീൻസ് റെൻറ്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് ടു ദ ഓണർ. ഓണർക്ക് സമയമായിട്ടും ടെനൻറ്റ് മീൻസ് വാടകക്കാരൻ കൊടുക്കാത്ത ആ ഒരു റെൻറ്റിനെയാണ്, വാടകയാണ് എന്ത് വിളിക്കുന്നത്, അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ സെയിം ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ ഫ്രം ദ പ്രോപ്പർട്ടി ബിഫോർ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം ഫ്രം ദാറ്റ് പ്രോപ്പർട്ടി പ്രൊവൈഡഡ് ദാറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുമ്പം ആ അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചിട്ടാണ് കാണിക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആനുവൽ വാല്യൂന്ന് ഉള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഷാൽ ബി അലൗഡ് ടു ദ അസസി. അപ്പോൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്, അതെന്തായാലും കുറയ്ക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുന്നതാണ്. പിന്നെ ഇൻകം ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതായത് ദ ആനുവൽ വാല്യൂ ഓഫ് വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടേക്കൺ ആസ് നിൽ. അതായത് ഒരാൾ ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടി ആ ആൾ തന്നെ താമസിക്കുകയാണ്, സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, അതിന് എന്തില്ല, ആനുവൽ വാല്യൂ ഇല്ല. ആ ആനുവൽ വാല്യൂ നമ്മൾ 0 നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫ്രം ദ ആനുവൽ വാല്യൂ ദ ഓൺലി ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആനുവൽ വാല്യൂന്ന് എന്താ കുറയ്ക്കുകയെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഡിഡക്ഷൻ അലവബിൾ ആണ്. അത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എയ്തർ ദ ആക്ച്വൽ എമൗണ്ട് അക്രൂഡ് 30,000 വിച്ച് ആർ ഈസ് ലെസ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് ബോറോഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ആ എമൗണ്ടും 30,000 തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ ചെറിയ എമൗണ്ട് അത് നമ്മൾ കുറയ്ക്കും. വെൻ ദ ബോറോവൽ ഓഫ് മണി ഓർ അക്യൂസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ 31st March 1999 ആണെങ്കിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആയിരിക്കും. അപ്ലിക്കബിൾ ടു അസസ്മെൻറ്റ് ഇയർ 2002 to 3 ഓൺവേർഡ്സ്. അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് 2002, 2003 മുതലാണ്. Okay. However, if the borrower is for repairs, renewals or construction, the deduction is restricted to 30,000. അതായത് ഈ ബോറോവൽ നടന്നിട്ടുള്ളത് ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ റിപ്പയറിങ്ങിനോ റിന്യൂവലിനോ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഡിഡക്ഷൻ എമൗണ്ട് 30,000 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം. ഇല്ലസ്ട്രേഷൻ കാണുന്ന സമയത്ത്, ഐ മീൻ പ്രോബ്ലം ആൻഡ് ആൻസർ പാർട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കണക്റ്റ് ആവും. നമ്മൾ തിയറി ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അധികം മനസ്സിലായില്ലെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവാൻ സാധ്യത. കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ, GAV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട് 24,000 പെർ ആനം, ഫെയർ റെൻറ്റ് 28,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 20,000, ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ഹയർ വാല്യൂ അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെൻറ്റ് കൺട്രോൾ ആക്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 28,000 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ERV കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഫെയർ റെൻ്റൽ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻ്റ് വാല്യൂവും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, അതിലേറ്റവും ചെറുതെടുക്കുക. ആ ചെറുതായിരിക്കും എന്ത്, ERV, അതായത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂ 28,000, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 20,000. അപ്പോൾ ഇതിലേതാ ചെറുത്, ഇതിൽ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 20,000 ആണ് ചെറുത്. അപ്പോൾ അതാണ് എന്ത്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ക്ലിയർ? ഇനി ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻ്റ് ആയിട്ടുള്ള 24,000 കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെന്തെടുക്കുക, വലുതെടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 20,000, ആക്ച്വൽ റെൻറ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 24,000. അപ്പോൾ 20,000 24,000 കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്, 24,000. അപ്പോൾ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? നേരത്തെ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത്
എല്ലാം കൂടി കൺഫ്യൂഷനായി അല്ലേ, ഇത് ഏതൊക്കെ എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള, അതിൽ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത് അതിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ ചെറുത് അതാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കിട്ടിയല്ലോ. ഇനി അതും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് അതിലെ വലുത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ആനുവൽ റെൻ്റൽ വാല്യൂ ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14. നമ്മളോട് എന്താ പറയുന്നത്? ആനുവൽ റെൻ്റൽ വാല്യൂ കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മളോട് പറഞ്ഞിട്ട് ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്, പെർ മന്ത് ആണ്. പിന്നെ MRV തന്നിട്ടുണ്ട്, അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 1,20,000. ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് പറയുന്നത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ അസസി ഈസ് നോട്ട് ഏബിൾ ടു റിയലൈസ് 2 months റെൻറ്റ്. 2 മാസത്തെ റെൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ERV, ഓക്കെ, 1,32,000. അത് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ എടുത്തിട്ട് എഴുതാം. ആൻഡ് ആക്ച്വൽ റെൻറ്റ് ഫോർ ദ ഫുൾ ഇയർ എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് എത്രയാണ്? 14,000. അപ്പം മൊത്തം 12 മാസത്തേക്ക് 14,000 × 12 1,68,000. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1,68,000. രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1,68,000 എടുക്കുക. അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന്. നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും, ഇപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ കേസൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂവും അതുപോലെ തന്നെ ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാ എടുക്കുന്നത്? അതിലെ വലുതാണ് എടുക്കുന്നത്. അപ്പോൾ വലുതെടുക്കുന്ന സമയത്ത് ഇവിടെ ഏതാ എമൗണ്ടാണ് വലുത്? 1,32,000 ഉണ്ട്, 1,68,000 ഉണ്ട്. അപ്പോൾ രണ്ടിലേതാ വലുത്? 1,68,000. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,68,000. അപ്പം ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഗ്രോസ് ആനുവൽ വാല്യൂന്ന് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട് ഇവിടെ, അതങ്ങോട്ട് കുറയ്ക്കണം. 2 മാസത്തെ വാടക കുറയ്ക്കണം. 14,000 × 2 28,000. അതങ്ങോട്ട് കുറയ്ക്കുക. 1,68,000 നിന്ന് 28,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 1,40,000 ആണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് നമ്മൾ കുറയ്ക്കാനുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് എന്ത്? ആനുവൽ വാല്യൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് ആനുവൽ റെൻ്റൽ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലിയർ? അടുത്തൊരു ചോദ്യം, കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14. നമ്മളോട് ഗ്രോസ് ആനുവൽ വാല്യൂ GAV ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? FRV തന്നിട്ടുണ്ട് 1,32,000. ആക്ച്വൽ റെൻറ്റ് പെർ മന്ത് 12,000. MRV തന്നിട്ടുണ്ട് 1,20,000. സ്റ്റാൻഡേർഡ് റെൻറ്റും തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്താണ്? 1,30,000 ആണ്. നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂ തന്നെ അതാക്കി എടുക്കാം. ദെൻ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് 12,000 × 12 എത്രയാണ്? 1,44,000. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. അതിലേറ്റവും വലുത് ഏതാണ്? 1,44,000. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ അതും ആക്ച്വൽ റെൻറ്റും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഏതാണോ വലിയ ഫിഗർ അതിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 2 ഹൗസ് പ്രോപ്പർട്ടി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ, റിഞ്ചു ഈസ് ദ ഓണർ ഓഫ് 2 ഹൗസ്. റിഞ്ചുവിന് 2 ഹൗസ് ഉണ്ട്. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ദ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ്. ഇത് സിമ്പിളാണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? 2 സ്ഥലങ്ങളിലായിട്ട് 2 കോളം വരച്ച് എഴുതണമെന്നേ ഉള്ളൂ. ഇപ്പോൾ മുനിസിപ്പൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും ഫെയർ റെൻ്റൽ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻറ്റും അതുപോലെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് MRVയും FRVയും കൂടി കമ്പയർ ചെയ്യുക. അതായത് മുനിസിപ്പൽ വാല്യൂവും അതേപോലെ തന്നെ ഫെയർ റെൻ്റൽ വാല്യൂയും കൂടി കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ വലുതെടുക്കുക. അപ്പോൾ 30,000-ഉം 36,000 ഹൗസ് 1 നോക്കാം. അതിലെ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 30,000, ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 36,000. അതിലേതാ വലുത്? 36,000. അത് ഹൗസ് 1. ഹൗസ് 2 നോക്കുകയാണെങ്കിൽ 35,000-ഉം 30,000-ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്?
35,000. അപ്പോൾ അത് ആദ്യം എടുത്ത് എഴുതാം. 2 സ്റ്റാൻഡേർഡ് റെൻറ്റ് ഏതാ? ഒന്നാമത്തതിൻ്റെ 30,000ഉം രണ്ടാമത്തതിൻ്റെ 36,000ഉം. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ചെറുത് എടുക്കുക. ഹൗസ് 1 36,000ഉം 30,000ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ 30,000 ആണ് ചെറുത്. അതാണ് ഹൗസ് 1ൻ്റെ ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്, രണ്ടിൽ ചെറുത്. ഹൗസ് 2 നോക്കുകയാണെങ്കിൽ 35ഉം 36ഉം, ഏതാ ചെറുത്? 35. അത് കിട്ടിയല്ലോ. ഇനി ഈ ERVയും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എടുത്ത് എഴുതുക 40,000ഉം 32,000ഉം. അപ്പോൾ 30,000ഉം ഹൗസ് 1 നോക്കുക, 30,000ഉം 40,000ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? 40,000. ഹൗസ് 2 32,000ഉം 35,000ഉം കൂടി കമ്പയർ ചെയ്യുക, അതിലേതാ വലുത്? അതിൽ വലുത് 35,000. അപ്പോൾ അതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. അതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത 4,000ഉം 3,500ഉം രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ബാക്കി കിട്ടുന്ന 36,000ഉം 31,500ഉം ആണ് രണ്ടിൻ്റെയും ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. അത് വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഓരോന്നിനെ കുറിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം കൂടി നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അതിൽ ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഡിറ്റർമൈൻ ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതാണല്ലോ നമ്മൾക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട് 85,000, മുനിസിപ്പൽ റെൻറ്റ് തന്നിട്ടുണ്ട്, മന്ത്ലി റെൻറ്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് 16,000. ദെൻ ഹാഫ് ഓഫ് ദ പോർഷൻ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ആണ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് റിമൈനിങ് പോർഷനാണ് ലെറ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ, അതായത് വാടകയ്ക്ക് കൊടുത്തതിൻ്റെ മാത്രം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടാൽ മതി. നമ്മൾ താമസിക്കുന്ന സെൽഫ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണേണ്ടതായിട്ടില്ല. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷന് വരുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ എടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കുക. അപ്പോൾ മന്ത്ലി റെൻറ്റ് എന്ന് പറയുമ്പോൾ 4,800 ആണ്. അതേ ഇൻറ്റു 12 57,600. പിന്നെ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പം പകുതി ആക്കണം കേട്ടോ. അതായത് ഫുള്ള് വീടിൻ്റെയാണ് 4,000 വരുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തത് ഹാഫ് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ പകുതി 2,000. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് ആ ഒരു മുനിസിപ്പൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് കുറയ്ക്കുക. ഓക്കെ. അപ്പോൾ അതങ്ങോട്ട് ഇവിടെ നമുക്ക് മറ്റേ ഫെയർ റെൻ്റൽ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ആ മന്ത്ലി റെൻറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ആ മന്ത്ലി റെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് 4,800നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് കുറയ്ക്കണം. അപ്പോൾ 4,000 എടുത്ത് കുറയ്ക്കരുത്. എന്ത് കുറയ്ക്കണം? 2,000 കുറയ്ക്കണം. കാരണം ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി മുഴുവനായിട്ട് ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ലെറ്റ് ഔട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4,000ൻ്റെ പകുതി 2,000 ആണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് കുറയ്ക്കേണ്ടത്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 55,600 കിട്ടും. അതാണ് ആനുവൽ വാല്യൂ. ഇനി എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ കുറയ്ക്കണം. 30%, ആനുവൽ വാല്യൂവിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ 55,600, 55,600ൻ്റെ 30% കാണാം. എത്രയാണ്? 16,680. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 16,000. 16,000 എന്ന് പറയുമ്പോൾ 16,000 മുഴുവൻ എടുക്കരുത്. ഇൻട്രസ്റ്റ് പകുതി എടുത്താൽ മതി. പകുതി എന്ന് പറയുമ്പോൾ വീടിൻ്റെ പകുതിയല്ലേ ലെറ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം 16,000ൻ്റെ പകുതി 8,000 രൂപ. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക? അങ്ങോട്ട് കുറയ്ക്കുക. ഏതൊക്കെ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30,000ഉം ഇൻകം ഫ്രം ലോണും. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കുറയ്ക്കുക. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 24,680. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ആ എമൗണ്ട് അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ 55,600ൽ നിന്ന്, ആനുവൽ വാല്യൂ ആയ 55,600ൽ നിന്നും
ഈ 16,680യും 8,000 കൂടി കുറയ്ക്കുക. അതായത് 16,680 8,000 കൂടി കൂട്ടിയാൽ 24,680. അതങ്ങോട്ട് 55,600 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 30,920. ക്ലിയർ അല്ലേ? അതാണ് ആ ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഇനി സെൽഫ് ഒക്യുപ്പൈഡിലേക്ക് വരികയാണെങ്കിൽ ആനുവൽ വാല്യൂ ഉണ്ടോ? ആനുവൽ വാല്യൂ ഇല്ല. സെൽഫ് ഒക്യുപ്പൈഡ് നന്നായി മനസ്സിലാക്കുക. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നില്ലാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരുന്നു? പകുതി മറ്റേ ലെറ്റ് ഔട്ടിൻ്റെ 8,000, അപ്പോൾ ബാക്കി പകുതി 8,000 ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അത് അങ്ങോട്ടേക്ക് എഴുതി വയ്ക്കുക. അപ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെ -8,000 ആണ് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി 30,920 നിന്ന് 8,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 22,920 കാണാൻ പറ്റും. അപ്പോൾ ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയ ചോദ്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറികൾ എല്ലാം നന്നായിട്ട് തന്നെ നോക്കുക. പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.